നമ്മുടെ ഒരു കളിക്കിടയിൽ ഒരുപക്ഷെ ഫുട്ബോളിനിടയിലായിരിക്കാം മുട്ടിന് ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടാകുന്നത് സാധാരണയാണ്. ആന്റിരിയർ ക്രൂഷ്യൽ ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ലിഗമെന്റ് ഉണ്ട്, മെനിസ്കസ് ഉണ്ട്, ഇതിനൊക്കെ ടിയർ ഉണ്ടാവാം. നമുക്ക് ഈ ഇഞ്ചുറി വന്ന ഉടനെ നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ എക്സ്റേ എടുത്ത് എല്ലിന് ഫ്രാക്ചർ ഒന്നുമില്ല നമ്മൾ ഡോക്ടർ ഉറപ്പിക്കും. അതിനുശേഷം മുട്ട് ഒരുപാട് മടങ്ങാതിരിക്കാൻ ഒരു നീ ഇമ്മൊബിലൈസർ ഇടും. നീര് കുറയ്ക്കാനായിട്ട് ഐസ് വയ്ക്കാം, വേദന കുറയ്ക്കാനായിട്ട് മരുന്നുകളും തരും. ഈ ലിഗമെന്റ് ഒരു ട്രീറ്റ്മെന്റ് ഒരു എമർജൻസി അല്ല. നമ്മൾ ഉടനെ തന്നെ ചെയ്ത് സർജറി ചെയ്യുകയോ അതൊരു എമർജൻസി ഒന്നുമല്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം, ഫ്രാക്ചർ ഒന്നും ഇല്ലെന്ന് മാത്രം ഉറപ്പിക്കാം. എന്നിട്ട് നീ ഇമ്മൊബിലൈസർ ഇട്ടിട്ട് കാല് പതുക്കെ തൊടുന്നതും നടക്കുന്നതിലും യാതൊരു വലിയ തടസ്സമൊന്നുമില്ല. ഒരുപാട് ലിഗമെന്റ്സ് ഇഞ്ചോർഡ് ആകുന്നത് ഉറപ്പിച്ചാൽ മതി. ഒറ്റ ലിഗമെന്റ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ കാല് പതുക്കെ നിലത്ത് തൊടുകയും നടക്കുന്നതിലും വലിയ തടസ്സമില്ല. ഒരുപാട് ബെഡ് റെസ്റ്റിൻ്റെയും ആവശ്യമില്ല. ഒരൊറ്റ കണ്ടീഷൻ ഫ്രാക്ചർ ഇല്ലെന്ന് മാത്രം നമുക്ക് ഉറപ്പിക്കാം. അതിനുശേഷം ഇമ്മൊബിലൈസർ ഇടുക, കാലുകുത്തി നടക്കുക, വേദന കുറയ്ക്കുന്ന മരുന്നുകളും കഴിക്കാം. ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടർ ഓർത്തോപെഡിഷ്യൻ കണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു MRI സജസ്റ്റ് ചെയ്യും. MRI എടുത്തിട്ട് നമുക്ക് അതായത് ട്രീറ്റ്മെൻറ്റ് അതിലോട്ട് നമുക്ക് പോകാം.